കാണുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ സംഭവിക്കുമെന്നാണോ ഇറാനിൽ? അവിടെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അത് മുതലെടുത്തുകൊണ്ട് അമേരിക്കയുടെ അധിനിവേശം ഉണ്ടാകുവാനുള്ള സാധ്യത. ട്രംപ് ഓരോ ദിവസവും ആ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ പ്രക്ഷോഭം നടത്തുന്നവർക്ക് നേരെ വെടിയുതിർത്താൽ അമേരിക്ക ഇടപെടുമെന്ന്. താങ്കൾ ഉടൻ തന്നെ അങ്ങനെ ഒരു ആക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ട്രംപിന്റെ വാക്കുകൾ നമ്മൾ ഫോളോ ചെയ്യുകയാണ് എങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഓപ്പോസിഷൻ ലീഡേഴ്സിന് ഫൈറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്, ഡെമോക്രസിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള അല്ല, ഈ കേസിൽ കുറച്ച് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതിനോട് അനുകൂലിച്ച് കുറച്ച് പറയാം. അതായത് ഇറാന്റെ കേസിൽ ശരിയാണ്, ഇറാൻ വീക്കാണ്. പക്ഷെ എങ്കിൽ പോലും വെനസ്വേലയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്ര പെട്ടെന്ന് ഒരു അറ്റാക്ക് നടത്താൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇപ്പൊ വെനസ്വേല ഒരു അറ്റാക്കാണ്, ഒരു ഇൻവേഷൻ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നേരെ പോയി അവരുടെ ലീഡറിനെ പിടിച്ച് കിഡ്നാപ്പ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു, കുറച്ച് ഡ്രഗ്സ് വിൽക്കുന്നു അല്ലെ ക്യാരി ചെയ്യുന്നു എന്ന് പറഞ്ഞ ബോട്ട്സ് നശിപ്പിച്ചു. ഇത്ര മാത്രം 1 മണിക്കൂറിലെ ഒരു ഓപ്പറേഷനാണ്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം ഒരു ലീഡറിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിസ്റ്റം അല്ല. സുപ്രീം ലീഡർ ഉണ്ട്, അതിന്റെ താഴെ ക്ലറിക്കൽ ലീഡേഴ്സ് ഉണ്ട്, അതിന്റെ താഴെ IRGC എന്ന് പറയുന്ന എലീറ്റ് ഫോഴ്സുകളുണ്ട്, വലിയൊരു സെക്യൂരിറ്റി അപ്പാരറ്റസ് ഉണ്ട്. പിന്നെ വെനസ്വേലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പവർഫുൾ ആയിട്ടുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, വലുതായിട്ടുള്ള ഒരു മിലിറ്ററി ഉണ്ട്. അവരുടെ മിസൈൽ കേപ്പബിലിറ്റി ആയിക്കോട്ടെ, എയർ ഡിഫൻസ് കേപ്പബിലിറ്റി ആയിക്കോട്ടെ, അതൊക്കെ വെനസ്വേലയേക്കാൾ ബഹുദൂരം മുന്നിലാണ്. കൂടാതെ പ്രോക്സികളും, ഹമാസും ഹൂത്തീസും ഹെസ്ബുള്ളയും പോലുള്ള പ്രോക്സികൾ, ഇവരൊക്കെ വീക്കാണ് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. എങ്കിലും അമേരിക്കയ്ക്ക് പോസിബിൾ ആയിരിക്കും എന്ന് ശ്രീ സജിമോൻ ആന്റണി പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം പ്രൂവ് ചെയ്തു. പക്ഷേ പ്രശ്നം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിലല്ല, പ്രശ്നം കിടക്കുന്നത് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിലാണ്. ഇപ്പൊ വെനസ്വേലയുടെ കേസിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിൽ, അവിടെ അമേരിക്കയെ വല്ലാൻ അമേരിക്കയുടെ ഒരു ഏരിയ ആയിട്ട് തന്നെ പറയാം. അപ്പൊ അവിടെ അതിനെ എതിർക്കാനായിട്ട് കാനഡയോ ഗ്രീൻലൻഡോ ചിലിയോ മെക്സിക്കോ കേപ്പബിൾ ആയിട്ടുള്ള ആരുമില്ല. ദൂരെ ഇരുന്ന് ചൈനയും റഷ്യയും സ്റ്റേറ്റ്മെന്റ്സ് പുറപ്പെടുവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇറാനിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന റിപ്പർക്കഷൻ ഭയങ്കരമാണ്. നമ്മളെയും ബാധിക്കും. അതായത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ തന്നെ ഉണ്ടായപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ കാര്യം പറഞ്ഞു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള ട്രേഡ് തടസ്സപ്പെടുന്നു. ആ തടസ്സം നമുക്ക് വിലക്കയറ്റമായിട്ട് ഇങ്ങോട്ട് വരുന്നു. ഓയിലിന്റെ കേസിൽ വിലക്കയറ്റം രൂക്ഷമായിരിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഇടപെടൽ ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിൽ മൊത്തം പ്രശ്നത്തിലേക്ക് നയിച്ചു വിടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ കേപ്പബിൾ ആണോ അമേരിക്ക ഇറാനിൽ ഒരു അറ്റാക്ക് നടത്താൻ? അതെ. പക്ഷെ അറ്റാക്ക് നടത്താൻ മുതിരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് ഇതിനേക്കാളും 10 ഇരട്ടിയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇത് ഞാൻ കാണുന്നത് ഒരു വാർണിംഗ് ഷോട്ട് ആയിട്ടാണ്. നമ്മൾ പണ്ട് പ്രാവിനെ പേടിപ്പിക്കാൻ പടക്കം പൊട്ടിക്കുന്നതെന്ന് പറയുന്ന പോലെ ആദ്യം ഒന്ന് വെടി പൊട്ടിച്ച് കാണിക്കുന്നത്. കാരണം ട്രംപിനൊരു തോന്നൽ ഇപ്പൊ ഈ ചൈനയും റഷ്യയും ഒക്കെ ഈ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് മറ്റു രാജ്യങ്ങളിൽ ചെലുത്തുമ്പോൾ അദ്ദേഹം പറയാൻ ഒരു ഉപമിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊരു തോക്കുണ്ട്, അതിൽ ഉണ്ടയുണ്ട്, അത് വേണമെങ്കിൽ പൊട്ടിക്കുകയും ചെയ്യും എന്ന് പറയുന്നതിന് തുല്യമായിട്ട് അദ്ദേഹം ഒരു ഓപ്പറേഷൻ നടത്തി. അതിൽ അമേരിക്ക ബെനിഫിറ്റ് ചെയ്തു. ഇത് മറ്റുള്ളവർക്ക് ഒരു വാർണിംഗ് ഷോട്ട് ആയിട്ട് കാണിക്കുന്നു. അതായത് എനിക്ക് വേണമെങ്കിൽ പറയാൻ മാത്രമല്ല പ്രവർത്തിച്ച് കാണിക്കാനും അറിയാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, അതനുസരിച്ച് നിന്നു എന്നുള്ളൊരു വാർണിംഗ് ഷോട്ട് ആയിട്ടാണ് കാണുന്നത്. പിന്നെ കൊളംബിയയും ഗ്രീൻലൻഡിന്റെ ഒക്കെ ഗ്രീൻലൻഡിന്റെ കേസിൽ ഞാൻ ട്രംപിനെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ നെഗോഷിയേഷൻ ടാക്ടിക്സിൽ ഒരു വിദഗ്ധനാണ്. ഇപ്പൊ ഈ കാണിച്ച ഒരു ഭയത്തോടെ ഒരിക്കലും ഗ്രീൻലൻഡിനെ ടേക്ക് ഓവർ ചെയ്യാൻ അതിന് ശ്രമിക്കത്തില്ല. അത് വലിയൊരു മണ്ടത്തരവും. കാരണം ഗ്രീൻലൻഡ് ടെക്നിക്കലി ഡെൻമാർക്കിന്റെ ഭാഗമാണ്. അവിടെ കയറി അറ്റാക്ക് ചെയ്ത നേറ്റോയിൽ ഒരു അംഗത്തെ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെയും കോൺസിക്വൻസ് ഭയങ്കരമാണ്. അതിന്റെ ആവശ്യം അമേരിക്കയ്ക്കില്ല. പകരം ഈ ഓൾറെഡി അവിടെ മിലിറ്ററി ബേസ്, എയർ ബേസ് അമേരിക്കയ്ക്കുണ്ട്. പിറ്റഫിക് എന്ന് പറഞ്ഞൊരു ബേസ് ഉണ്ട്. പക്ഷെ അത് പോരാ എന്ന് ട്രംപിനൊരു ഫീലിംഗ് കാണാം. അതുപോലെ മൈനിങ്ങിൽ നിന്ന് വെനസ്വേലയിൽ നടക്കുന്ന, വെനസ്വേലയുടെ ഓയിൽ റഷ്യക്കും ചൈനയ്ക്കും ഇറാനും കൊടുക്കില്ല എന്ന് പറയുന്നത് പോലെ ഗ്രീൻലൻഡിന്റെ റിസോഴ്സസ് ഭാവിയിൽ ഇവരെ ആരെയും കൊണ്ടും തൊടിക്കില്ല എന്ന രീതിയിൽ ഒരു കൺട്രോളും അങ്ങോട്ട് ആക്സസും ഒരു പക്ഷേ നിലവിലുള്ള സ്പേസ് എയർ ബേസ് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്താനുള്ളൊരു നെഗോഷിയേഷൻ ആയിരിക്കാം ഇത് എന്നാണ് കരുതുന്നത്. അതേപോലെ കൊളംബിയയുടെ കേസാണെങ്കിലും ട്രംപ് പറയുന്നതിൽ കാര്യമുണ്ട് തീർച്ചയായിട്ടും. ഇപ്പം നേരത്തെ കൊക്കൈന്റെ കേസ് പറഞ്ഞു. കൊക്കൈൻ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത്, ലോകത്തെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കൊളംബിയയിലാണ്. ഏകദേശം 67%, 2.5 ലക്ഷം ഹെക്ടർ കൊക്കോ ലീവ്സ് ആണ്, കൊക്കോ പ്ലാന്റ്സ് ആണ് കൃഷി ചെയ്യുന്നത്. അവിടുന്ന് ലോകത്തിന്റെ 70% കൊക്കൈനും അവിടെ നിന്നാണ് വരുന്നത്. അതിൽ കുറച്ച് അമേരിക്കയിൽ എത്തുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ ട്രംപ് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കൂടുതലും ഒരു പവർ മൂവ് ആയിട്ടാണ് കാണുന്നത്. ഇത് വെനസ്വേലയോട് ഞാൻ ചെയ്തത് നിങ്ങളോട് എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ മടിക്കില്ല. ശരി, അങ്ങനെയുള്ള മുന്നറിയിപ്പാണ് ട്രംപ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.